ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ രാജഗിരി മാരത്തോൺ എറണാകുളത്ത് ഓടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞാനും നമ്മുടെ ജൂനിയർ പിള്ളേരുമായിട്ടൊക്കെ ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഇനി നടന്ന് കോതമംഗലം ടൗണിൽ ബസ് കയറാൻ വേണ്ടിയിട്ടാണ് പോണത്. അവിടുന്ന് ബസ് ഉണ്ടാവും രാത്രി. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി. ബസ് സ്റ്റാൻഡിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്ന്. അങ്ങനെ നിന്നപ്പോഴത്തേക്ക് ബസ് വന്ന് നമ്മൾ ബസ്സിനകത്ത് കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമുക്ക് ഓടിച്ചാടി കയറി സീറ്റൊക്കെ കിട്ടി. അങ്ങനെ സീറ്റിൽ ഇരുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ രാജഗിരി എത്തി. നമ്മൾ രാത്രിയായപ്പോൾ ഒരു 10-11 മണിക്കിടയിലായി നമ്മളെത്തിയപ്പോഴത്തേക്ക്. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ റൂമും കാര്യങ്ങളും എടുത്തില്ല. എപ്പോഴും അങ്ങനെയൊക്കെയാണ്, നമ്മൾ റൂമൊന്നും ചിലപ്പോഴൊന്നും എടുക്കില്ല. കിട്ടുന്നിടത്തൊക്കെ കിടന്ന് ഉറങ്ങിയിട്ടായിരിക്കും ഓടുന്നത്. അങ്ങനെ നമ്മൾ തിരക്കി കണ്ടുപിടിച്ച് എവിടെ കിടക്കാൻ പറ്റുമെന്ന്. അങ്ങനെ നോക്കിയപ്പം കുറേ പുൽക്കൂടും, ഇവിടെ ഭയങ്കര ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും മാരത്തോണിൻ്റെ ഡെക്കറേഷനായിട്ടൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പുൽക്കൂടൊക്കെ നോക്കി കിടക്കാനുള്ളൊരു സെറ്റപ്പ് നോക്കി. അങ്ങനെ നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ച്. ഇതിൻ്റെ മുകളിലായിട്ടാണ്, ഇത് സ്കൂളിൻ്റെ മുകളിലായിട്ടാണ്. അപ്പോൾ ആർക്കും ശല്യമില്ലാത്ത ഈ സ്ഥലത്ത് നമ്മൾ കിടക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടവലെല്ലാം വിരിച്ച് അലക്സും ഞാനും ആരോമലും നമ്മുടെ KPയും എല്ലാവരും കൂട്ടി റെഡിയായി. അവരിതിനുള്ളിൽ കിടക്കാൻ, ഞാൻ പിന്നെ ഇവിടെ എൻ്റെ ടവലൊക്കെ വിരിച്ച് ഇവിടെ തന്നെ കിടക്കാമെന്ന് വിചാരിച്ച്. അപ്പം തന്നെ ഒരു 11 മണി കഴിയാറായി. അങ്ങനെ രാവിലെ ഒരു 3 മണിയായപ്പോഴത്തേക്ക് എഴുന്നേറ്റ്. 4:30ക്കാണ് ഓട്ടം. 3 മണിയായപ്പോഴത്തേക്ക് ആരോമൽ അലാറം വെച്ച് എന്നെ എഴുന്നേൽപ്പിച്ച്. പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. പിന്നെ നേരത്തെ തന്നെ ഞാൻ റെഡിയായി ഓടാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നമ്മൾ പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അപ്പറെല്ലാം എടുത്തിട്ട് റെഡിയായി പുറത്തോട്ട് പോയി. അപ്പം സൈക്കിളിസ്റ്റൊക്കെ റെഡിയായി നിൽപ്പുണ്ട് പൈലറ്റായിട്ട് മാരത്തോണിൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട്. ബാക്കി ഓർഗനൈസേഷനിലെ ആൾക്കാരും എല്ലാവരും ഇവിടെ ഫുള്ള് സെറ്റപ്പിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്. എനിക്ക് 4:30ക്ക് സ്റ്റാർട്ടുണ്ട്. അതിന് മുമ്പ് എൻ്റെ ചെസ്റ്റ് നമ്പർ എൻ്റെ ഫ്രണ്ടിലെ കയ്യിലായിരുന്നു. അതെല്ലാം വാങ്ങിച്ച് അതിന് ശേഷം കിറ്റെല്ലാം തുറന്നു നോക്കി. കിറ്റിനകത്ത് ഫ്രൂട്ടി ഉണ്ടായിരുന്നു, കൊളാജിനിൻ്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഒരു ഫ്രൂട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെസ്റ്റ് നമ്പറെല്ലാം സ്ലീവിൽ കുത്തി റെഡിയാക്കി വെച്ച്. അത് കഴിഞ്ഞൊരു രാവിലെ തന്നെ കിറ്റിനകത്തുണ്ടായിരുന്ന ഫ്രൂട്ടി ഞാൻ ഉള്ളിലാക്കി. അത് കഴിഞ്ഞിട്ട് അവിടെ വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സുംബ ടീമൊക്കെ റെഡിയായി. ആൾക്കാർക്ക് വാമപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും വാമപ്പ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അവിടെ. രാവിലെ തന്നെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ ഓർഗനൈസേഷൻ ടീം അടിപൊളിയായിട്ട് തന്നെ എല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുംബ ടീമും അടിപൊളിയായിട്ട് എല്ലാവർക്കും നല്ല ഇത് വേറൊന്നും കൊണ്ടൊന്നുമല്ല, നമ്മുടെ വാമപ്പ് സ്ട്രക്ചർ വേറെയാണ്, അവർ ചെയ്യുന്ന വാമപ്പ് സ്ട്രക്ചർ വേറെയാണ്. അതുകൊണ്ട് ആണ്. അങ്ങനെ ഇവിടെ കുറച്ച് ഗ്രാസ് ഉണ്ടായിരുന്നു. ആ ഗ്രാസിൽ ഞാൻ വാമപ്പ് സ്റ്റാർട്ട് ചെയ്ത്. അത്യാവശ്യം അവിടുത്തെ വൈബ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. കാര്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ ഓടാൻ വേണ്ടിയിട്ട് റെഡിയായി നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലോട്ട് പോയി. സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലോട്ട് പോകുമ്പോഴായാലും അവിടെയായാലും അടിപൊളിയാണ്. ആൾക്കാർ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ട്രൈപോഡും ക്യാമറയായിട്ടൊക്കെ അങ്ങോട്ട് പോയി. പക്ഷേ ഇതും കൊണ്ട് ഓടാൻ പറ്റില്ല, ആരെങ്കിലും കൊടുത്തിട്ട് പോകണം. അങ്ങനെ സ്റ്റാർട്ട് എടുക്കാൻ വേണ്ടി ആരോമലിൻ്റെ കൊടുത്ത് അവനാണ് ഈ സ്റ്റാർട്ടിൻ്റെ വീഡിയോ എടുക്കുന്നത്. അങ്ങനത്തേക്ക് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്ത് വേറെ വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കിട്ടിയ ഫോട്ടോയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ 21 കിലോമീറ്ററിൻ്റെ ഓട്ടത്തിൻ്റെ ഫോട്ടോസാണിത്. ഇത് അവരെ ഗ്രൂപ്പിൽ അവർ ഷെയർ ചെയ്ത് തന്നതാണ്. ഒരുപാട് നല്ല ഫോട്ടോസ് അവർ ഷെയർ ചെയ്ത് തന്നായിരുന്നു. ഇതിൻ്റെ കൂടെ എൻ്റെ കൂടെ പൈലറ്റായിട്ട് വന്നൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളി എൻ്റെ കൂടെ 21 കിലോമീറ്റർ എൻ്റെ കൂടെ തന്നെ വന്ന്. അത് കഴിഞ്ഞ് ഞാൻ ഫിനിഷ് ചെയ്ത് ഫസ്റ്റ് പൊസിഷനാണ് ഞാൻ ഫിനിഷ് ചെയ്തത്. അങ്ങനെ പുള്ളീനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. പുള്ളിയാണ് എൻ്റെ ഫുൾ ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കൊരു വലിയ ക്രെഡിറ്റ് ഉണ്ട്. ഇതാണ് ആൾ. ഫുൾ എൻ്റെ ഒരു 21 കിലോമീറ്റർ എൻ്റെ കൂടെ സൈക്കിൾ ചവിട്ടി. പുള്ളി അടിപൊളിയായിരുന്നു. കിടിലൻ വൈബ് മനുഷ്യൻ. കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഈ നമ്മുടെ ചെസ്റ്റ് നമ്പർ കാണിച്ചു കഴിഞ്ഞാൽ ഫുഡ് കിട്ടുള്ളൂ. ഞാൻ രണ്ടാമത് ചെസ്റ്റ് നമ്പറൊക്കെ എടുത്തിട്ട് വന്ന് അങ്ങനെ അതിനകത്ത് മാർക്ക് ചെയ്ത് തരും. അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അടിപൊളി നല്ല അപ്പവും അതേപോലത്തെ ചട്നിയും മുട്ടയും പഴവും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ പ്രൈസ് മണി മേടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ മന്ത്രി വന്ന്
അങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ എൻ്റെ പേര് വിളിച്ച്. Big round of applause for Manoj RS. വിജയികൾക്ക് സമ്മാനം നൽകുന്നു നമ്മുടെ ചീഫ് ഗസ്റ്റ് ശ്രീ പി രാജീവ്. Next we call upon the first prize winner of the 21.1. ഇനി വേറൊരു കാര്യം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ പണ്ട് പത്രം ഇടാൻ വേണ്ടി കൊച്ചിയിൽ പോകുമായിരുന്നു, ഒരു 4-5 മണിയാകുമ്പോഴത്തേക്കൊക്കെ. അപ്പോൾ ഞാൻ പത്രത്തിൽ ഇങ്ങനെ സ്കൂൾ മീറ്റിൻ്റെയൊക്കെ ഫോട്ടോ കാണുമായിരുന്നു. ഈ മലപ്പുറം ജില്ല, പാലക്കാട് ചാമ്പ്യന്മാർ, അങ്ങനെ എൻ്റെ ഫോട്ടോയും പത്രത്തിൽ വന്നു തുടങ്ങി. മനോരമയിലും മാതൃഭൂമിയിലും ഇംഗ്ലീഷ് പേപ്പറിലൊക്കെ ഈ മാരത്തോൺ ഓടിയിട്ടൊക്കെ വന്നതാണ്. എങ്കിൽ കൂടിയും ഞാൻ പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ എൻ്റെ ഫോട്ടോയും പത്രത്തിലൊക്കെ വരണമെന്ന്. പക്ഷേ ഇപ്പോൾ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്, ഞാൻ വിചാരിച്ചതിലും കൂടുതൽ വട്ടം. അതൊക്കെ ഒരു അനുഗ്രഹമാണ്. നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാരെ സപ്പോർട്ടുണ്ട്, അതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളും വിചാരിച്ച ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.